ദിസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണ്, ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ്റെ ഒരു കളക്ഷനാണ് എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതായത് മൈക്രോ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻസ്. അതൊരു ടാസ്ക് ആയിരിക്കും. ആ ടാസ്ക് നമ്മുടെ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻട്രപ്റ്റ് ആയിട്ടായിരിക്കും മൈക്രോ പ്രോസസ്സറിലേക്ക് എത്തുന്നത്. നമ്മൾ ആ ഇൻട്രപ്റ്റിൻ്റെ കേസ്, ഡിഫറെൻറ്റ് പ്രയോറിറ്റി സ്റ്റേജൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കൊടുക്കുമ്പോൾ ആക്ച്വലി അവിടെ എത്തുന്നത് ആ ഇൻട്രപ്റ്റ് കൺട്രോൾ എന്നുള്ള സെക്ഷനിലാണ്. അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത് ഏത് സൈഡിലേക്ക് എങ്ങനെ എത്തണം, എവിടെ റിസൾട്ട് സ്റ്റോർ ചെയ്യണം, എന്നിട്ട് എവിടെ ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനിക്കുന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ കേസിൽ തന്നെ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ വൺ ഓഫ് ദ ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്തത്. അത് ബേസ്ഡ് അപ്പോൺ വേർഡ് സൈസിൻ്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഇൻസ്ട്രക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ഇത് തൊട്ട് മുമ്പത്തെ ആ ഒരു സെക്ഷൻ ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. മറ്റേത് നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ സൈസ് വെച്ചിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷനെ ക്ലാസിഫൈ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മുടെ പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നത്, പ്രോസസ്സറിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് 5 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ്, നെക്സ്റ്റ് വൺ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ഫോർത്ത് വൺ ബ്രാഞ്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, ലാസ്റ്റ് വൺ IO ആൻഡ് അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. അതിൽ സിംപ്ലി മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമർ എഴുതുന്നത് ടാസ്ക് എന്ന് പറയുന്നത്, മൈക്രോ പ്രോസസ്സറിന് കൊടുക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ത്രൂ കോഡിങ് വഴിയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 8085 മൈക്രോ പ്രോസസ്സർ എപ്പോഴും ബൈനറി ബിറ്റ് പാറ്റേണിലുള്ള 1ഉം 0 മാത്രമേ അതിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേറെ എന്ത് കൊടുത്താലും അവരെന്ത് ചെയ്യേണ്ടി വരും, പ്രോസസ്സർ ആ ഉള്ള ഏത് കോഡിങ് ലാംഗ്വേജിലാണോ കൊടുക്കുന്നത് അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് അവരെന്ത് ചെയ്യേണ്ടി വരും, കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ആ മെഷീൻ ലാംഗ്വേജ് ഇപ്പം കുറച്ചും കൂടി പോപ്പുലറായിട്ട് വരുന്നുണ്ട്. നമുക്ക് നല്ല യൂസർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിൽ കോഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ത്രൂ അതല്ലെങ്കിൽ ആ മെഷീൻ പാറ്റേൺ ത്രൂ മെഷീൻ ലാംഗ്വേജ് വെച്ചിട്ട് മൈക്രോ പ്രോസസ്സറിനെ ഇൻസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത് യൂസറെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ്, അതായത് ആ അസംബ്ലി ലാംഗ്വേജ് ഉദ്ദേശിച്ച് സർട്ടൻ ഇംഗ്ലീഷ് വേർഡ് ആയിരിക്കും ആ ഒരു കോഡിങ്ങിന് വേണ്ടിയിട്ട് പ്രോഗ്രാമർ ഇൻസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ആഡ്, സബ്ട്രാക്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇൻക്രിമെൻറ്റ്, അങ്ങനെ ആ ഓപ്പറേഷൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ആ ഇൻസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൈക്രോ പ്രോസസ്സർ ആ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന് മൈക്രോ പ്രോസസ്സർ 8085 മൈക്രോ പ്രോസസ്സർ തന്നെ അവർക്ക് മനസ്സിലാവുന്ന അത് അറിഞ്ഞുകൂടെ അവർക്ക്. അപ്പോൾ അസംബ്ലർ വെച്ച് അവരെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഏതിലേക്ക്, 10 എന്ന് പറയുന്ന ബൈനറി ഫോമാറ്റിൽ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്, നമ്മളാണ് കൊടുക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ ഏത് ടാസ്ക് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് 8085 കനോട്ട് ബി യൂസ്ഡ് ബൈ അതർ മൈക്രോ പ്രോസസ്സർ ആൻഡ് മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ 8085 മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായിരിക്കില്ല നിങ്ങൾ വേറെ 8086 വേറൊരു മൈക്രോ പ്രോസസ്സറാണ്, അതിനും ഇതിന് ഇൻസ്ട്രക്ഷൻസ് സെയിം ആയിരിക്കില്ല. അപ്പോൾ ഓരോ മാനുഫാക്ചറും ഓരോ കാറ്റഗറിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോ പെർട്ടിക്കുലർ മൈക്രോ പ്രോസസ്സറിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അത് അതിന് മാത്രമേ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ളൂ. അത് വേറൊരു സാധനം ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും അതിൽ മാറ്റാണ്, ആ പ്രൊഡക്റ്റ് മാറ്റം എന്നുള്ളതിനെ അനുസരിച്ചിട്ട് തന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം എന്നില്ല. നമ്മുടെ വേറൊരു 8085 യൂസ് ചെയ്യണം എന്നായിരിക്കുന്നില്ല 8086 നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 8085 ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നമ്മളൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മൈക്രോ പ്രോസസ്സറിലേക്ക്
ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. മെയിനായിട്ട് വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് അത് നമ്മുടെ നമുക്കറിയാം അവിടെ രജിസ്റ്റേഴ്സ് ഉണ്ട്, മെമ്മറി ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ടാസ്ക് ത്രൂ ഇൻട്രപ്റ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് കൺട്രോളിൽ വെച്ചിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ, എവിടെ, ഏതിലേക്കൂടെ പോകണം, ഡാറ്റ ബസ്സാണോ അഡ്രസ് ബസ്, ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു അവിടെ ഇൻട്രപ്റ്റിൽ എത്തുന്ന സമയത്തുള്ള സ്റ്റേജസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡാറ്റ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് പ്രോസസ്സറിലേക്ക് ഇൻട്രപ്റ്റ് വഴി അത് റെക്കഗ്നൈസ് ചെയ്തു. അതിൻ്റെ അത് തമ്മിൽ ആഡ് ചെയ്ത് രജിസ്റ്റേഴ്സ്, മേ ബി നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയ BCDEHL ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഫ്ലാഗ് രജിസ്റ്ററൊക്കെ സെറ്റിംഗ് നടക്കും. കാരണം ക്യാരി ഉണ്ടോ ഇല്ലയോ, പാരിറ്റി ആണോ എന്നൊക്കെ, സൈൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ട് അക്യുമുലേറ്ററിൽ കൊണ്ടുപോയി വെക്കണം. ഇനി അതിൻ്റെ മെമ്മറി ഉണ്ടെങ്കിൽ അതിനെടുത്തുകൊണ്ട് വരണം. ചിലപ്പോൾ മേ ബി പുഷ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നമ്മൾ ലോഡ് ചെയ്യേണ്ടി വരും. ചിലപ്പം ഏതെങ്കിലും ഡാറ്റ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടിയായിരിക്കാം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മൾട്ടിപ്പിൾ ടാസ്ക് വിത്തിൻ സെക്കൻഡിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മൈക്രോ പ്രോസസ്സർ. അപ്പോൾ അതിൽ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ രജിസ്റ്റേഴ്സും മെമ്മറിയിലുള്ളത്, രജിസ്റ്റേഴ്സ് തമ്മിൽ മേ ബി ഡാറ്റ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഡാറ്റ കോപ്പി ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും അതിൻ്റെ ആ ഒരു ഓപ്പറേഷനിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ രജിസ്റ്ററിന് മെമ്മറിയിലേക്ക് ചെയ്യേണ്ടി വരും. ഇനി രണ്ട് രജിസ്റ്റേഴ്സ് തമ്മിലാവാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ മെമ്മറി ലൊക്കേഷൻ ബിറ്റ്വീൻ ദ രജിസ്റ്റേഴ്സ് ആവാം. ഈ 2 കേസും അവിടെ വരാം. അപ്പോൾ അത് നമ്മുടെ ആ ടാസ്കിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ നടക്കുക. ഇപ്പോൾ ഒരു രജിസ്റ്ററിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്ക് നമ്മൾ ഡാറ്റ കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെമ്മറിയിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ പുഷ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നില്ലേ? പുഷ് പോപ്പ് ഉദ്ദേശിച്ചതാണ്. പുഷ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആക്ച്വലി ഇവിടെ നടക്കുന്നത് സ്റ്റോറേജാണ്, മെമ്മറീൻ്റെ സ്റ്റോറേജാണ്. അതായത് രജിസ്റ്ററിൽ നിന്നാണ് ആ ഒരു ഡാറ്റ എങ്ങോട്ടേക്ക് കോപ്പി ആവുന്നത്, മെമ്മറിയിലേക്ക് കോപ്പി ആയിട്ട് പോകുന്നത്. ഇനി പോപ്പാണ്, നിങ്ങൾ പോപ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരാൾ പോപ്പ് H എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ഒരു കോഡ് ചെയ്തിട്ട് മൈക്രോ പ്രോസസ്സറിന് കൊടുത്തെങ്കിൽ മൈക്രോ പ്രോസസ്സർ അത് വെച്ചിട്ട് മനസ്സിലാക്കുന്നത് എന്താണ്, അവിടെയുള്ള മെമ്മറിന്ന് ഏതോ അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഉണ്ട്, ആ മെമ്മറിന്ന് രജിസ്റ്ററിലേക്ക് ഡാറ്റ കോപ്പി ചെയ്ത് കൊടുക്കണം എന്നാണ്. പോപ്പ് H ആണ് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നെങ്കിൽ പോപ്പിംഗ് ഇൻസ്ട്രക്ഷൻ വഴി നമ്മുടെ 8085 മൈക്രോ പ്രോസസ്സർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി സബ്ട്രാക്ഷൻ, അഡീഷൻ അതൊക്കെ വരാം, പല ഇൻസ്ട്രക്ഷൻ വരാം. അപ്പോൾ ആ ഓപ്പറേഷൻ ഏതാണോ അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പല സിറ്റുവേഷനിൽ പല രീതിയിലുള്ള കോപ്പിങ് നമുക്ക് നടത്തേണ്ടി വരും. അപ്പോൾ ആ കാറ്റഗറി ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനാണ്. ആ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഡാറ്റ ട്രാൻസ്ഫറിങ് ഇൻസ്ട്രക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. കാരണം ചില കേസിൽ നമ്മളെന്താണ് നൊട്ടേഷനായിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ. അതിപ്പം ആഡ് RP, RC അല്ലെങ്കിൽ മൂവ് RP, RC ഇങ്ങനെയൊക്കെ അത് ജനറലാണ്. നമുക്കറിയാം നമുക്ക് 9 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ അക്യുമുലേറ്റർ രജിസ്റ്റർ A എന്ന് നൊട്ടേഷൻ കൊടുക്കും, ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ BCDEHL, അതുപോലെ പാരിംഗ് രജിസ്റ്റേഴ്സ് ഉണ്ട് BCDEHL, അതേപോലെ സ്റ്റാക്ക് പോയിൻ്റർ ഉണ്ട്, പ്രോഗ്രാം കൗണ്ടർ ഒക്കെ ഉണ്ട്. ഒരുപാട് ടൈപ്പ് രജിസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു 2 രജിസ്റ്റേഴ്സ് തമ്മിലാവാൻ ഡാറ്റ കോപ്പിങ് നടക്കുന്നെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് B എന്ന് Cയിലേക്ക് ഒരു ഡാറ്റ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും, ആ 2 രജിസ്റ്റേഴ്സ് ഒന്ന് അതിൻ്റെ എന്തായിരിക്കും, നമ്മൾ ഒരു ഡാറ്റ വിടണമെങ്കിൽ അതൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിരിക്കും വരുന്നത്. അത് വിട്ട് അടുത്ത ലൊക്കേഷനിൽ, ഇപ്പം നമ്മൾ ബസ് കയറി പോകുന്ന കാര്യം പറഞ്ഞു, അതിപ്പോൾ നിങ്ങൾ വിചാരിക്കുക B എന്ന് പറയുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ തലശ്ശേരി ബസ് സ്റ്റാൻഡാണെന്ന് വിചാരിക്കുക. അവിടുന്ന് നിങ്ങളാണ് യാത്ര ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ ബസ്സിൽ നിങ്ങൾ നാനാർ റോഡിലേക്ക് ഇറങ്ങി. ആ നാനാർ റോഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു തലശ്ശേരി സ്റ്റാൻഡും അതുപോലെ നാനാർ റോഡും എന്ന് ഉദ്ദേശിച്ച് 2 രജിസ്റ്ററായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഞാനിപ്പോൾ റാൻഡായിട്ട് ഒന്ന് B രജിസ്റ്ററും ഒന്ന് C രജിസ്റ്ററായിട്ട് എടുത്തു. അപ്പോൾ അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്
നമ്മളെയാണ്, ഇത് പീപ്പിൾ, ഹ്യൂമൻ ബോഡിയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇവിടെ എന്തായിരിക്കും, മേ ബി അതൊരു ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കാം. ഈ ബസ്സസ് വഴി, ബസ് നമ്മൾ ഉദ്ദേശിച്ചത് മേ ബി ഡാറ്റ ബസ് ആവാം, കൺട്രോൾ ബസ് ആവാം, സിസ്റ്റം ബസ് ആവാം, ഈ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പം ബി രജിസ്റ്റർ ആവാം, ഫിനിഷിങ്ങിൽ അതായത് ഈ ഡാറ്റ കോപ്പി ചെയ്ത് എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇടണം. അപ്പോൾ അത് എന്ന് പറയുന്നത് സി രജിസ്റ്റർ ആവും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ഇതിനനുസരിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ച് നമ്മളത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാവാം. ചിലപ്പോൾ ഇത് 2 രജിസ്റ്റർ തമ്മിലാവണമെന്നില്ല, ഒരു മെമ്മറി, നമ്മളിപ്പോൾ പുഷ് പോപ്പൊക്കെ പറഞ്ഞിട്ടില്ലേ, അതായത് ഒരു സൈഡിൽ മെമ്മറി ആയിരിക്കാം ഉണ്ടാവുന്നത്, മറ്റേ സൈഡിൽ രജിസ്റ്റേഴ്സ് ആയിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അബ്രിവേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർ പി ക്യാപിറ്റൽ ലെറ്ററിലും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് രജിസ്റ്റർ പെയറാണ്. ഏതൊക്കെയാണ് രജിസ്റ്റർ പെയറായിട്ട് വരുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ മൂവ് ആർ പി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു ജനറൽ കേസ് അവിടെ കൊടുത്തെങ്കിൽ, മൂവ് ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ പെയർ HL അതാ ഉദ്ദേശിച്ചത് ഇവിടെ. അതുപോലെ BC ആ രജിസ്റ്റർ പെയേഴ്സ് അല്ലേ, അതിൻ്റെ കേസാണ് അവർ ഉദ്ദേശിച്ചത്. ഇനി സപ്പോൾ മൂവ് RS എന്നുള്ളതാണെങ്കിൽ സോഴ്സ് രജിസ്റ്റർ എന്നാണ് ഉദ്ദേശിച്ചത്. RD ആണെങ്കിൽ അത് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതാണ്, ഏത് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ഇഷ്ടമാണത് ഏതിന് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കണ്ടുള്ളൂ, ഏതെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യേണ്ടത് എവിടെയാണ്, നിങ്ങൾ അക്യുമുലേറ്റർ വെച്ചിട്ട് അതിനെ അസൈൻ ചെയ്തിരിക്കണം. ആ കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ A യും B ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ അക്യുമുലേറ്ററിലേക്ക് ആയിരിക്കണം ഫസ്റ്റ് സ്റ്റോർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ടെമ്പററി സ്റ്റോറേജ് അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ M റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും മെമ്മറീനെ ആയിരിക്കും. ഇനി അങ്ങോട്ടേക്കുള്ള കേസിൽ ഇതൊക്കെ ഓർത്തിരിക്കാം. എവിടെയെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനിൽ ക്യാപിറ്റൽ ലെറ്റർ M ഉദ്ദേശിച്ചത് മെമ്മറിയാണ്. ഇനി D8 ആണെങ്കിൽ അതൊരു 8 ബിറ്റ് ഡാറ്റ ആയിരിക്കും. D16 ആണെങ്കിൽ 16 ബിറ്റ് ഡാറ്റ ആയിരിക്കും. അതേപോലെ അഡ്രസ്സ് ആണെങ്കിൽ 8 ബിറ്റ് അഡ്രസ്സ് ആയിരിക്കാം. അതുപോലെ 16 ബിറ്റ് അഡ്രസ്സ് ആവാം. ഇനി RAG ആണെങ്കിൽ അത് രജിസ്റ്റർ ആവാം. PSW എന്ന് ഉദ്ദേശിച്ചത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡാണ്. ഇനി ആ ക്യാപിറ്റൽ ലെറ്റർ N എന്ന് ഉദ്ദേശിച്ചത് റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷനെയാണ് അങ്ങനെ കൊടുക്കാറ്. പിന്നെ ഒരു കണ്ടീഷൻ ഫോമാറ്റിലാണെങ്കിൽ അത് ഫ്ലാഗിൻ്റെ കണ്ടീഷൻ, നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ ഇല്ലേ, 5 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് അതിലുള്ളത്. സൈന്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ഇതൊക്കെയാണ് അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ അവർ റെപ്രസെൻ്റ്, ഇങ്ങനെയാണ് ഒരു ഫോമാറ്റെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ ഫെച്ച് സൈക്കിൾ എന്ന് ഉദ്ദേശിച്ചത്, ഒപ്കോഡ് ഫെച്ച് സൈക്കിൾ എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഡിഫറെൻറ്റ് മെഷീൻ സൈക്കിൾ എന്ന് പറയും. അതായത് ഒരു വർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് ഡാറ്റ ചെയ്യുമ്പോഴുള്ള ടൈമിങ്ങും അതേപോലെ ഒരു 16 ബിറ്റ് ഡാറ്റ ആഡ് ചെയ്യുമ്പോഴുള്ള ടൈമിങ്ങിൽ എന്തുണ്ടാവും, സിമ്പിളി പറയുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാ പറഞ്ഞാൽ അപ്പോൾ അതിനെ നമ്മൾ പറയുക. അതേപോലെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും, സപ്പോസ് ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ആണെങ്കിലും, ഇൻക്രിമെൻ്റ് ഉദ്ദേശിച്ചത് നമ്മൾ ഒരു സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് അപ്പ് 1 സ്റ്റെപ്പ് ഡൗൺ, അതായത് പുഷ് പോപ്പിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അഡ്രസ് ലൊക്കേഷൻ ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ടും അപ്പായിട്ടും വരുന്ന പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ അതിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിൽ എന്നാണ് വ്യത്യാസമുണ്ട്. അതായത് പ്രത്യേകിച്ച് അവിടെ ഉണ്ടാകുന്ന ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മെഷീൻസ് നമുക്ക് പഠിക്കാനുണ്ട്, സെക്കൻഡ് മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ടൈമിങ്ങിന് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയൊക്കെ ഇപ്പോൾ ഓരോ ഓപ്പറേഷനും ഓരോ ടാസ്കിനും ഓരോ പെർട്ടിക്കുലർ ടൈമിംഗ് ആണ് നമ്മുടെ മൈക്രോ പ്രോസസർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളതനുസരിച്ചുള്ള വ്യത്യാസത്തിലാണ് അവർ ഫെച്ച് എന്ന് ഉദ്ദേശിച്ചത് ഏത് ഓപ്പറേഷനാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഫെച്ച് എടുക്കാമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ അഡീഷനാണോ സബ്ട്രാക്ഷനാണോ ആ ഓപ്പറേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ R എന്നാണെങ്കിൽ മെമ്മറി റീഡ് സൈക്കിൾ, W മെമ്മറി റൈറ്റ് സൈക്കിൾ. അതിന് I എന്നാണ് റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ അത് റീഡ് സൈക്കിളാണ്. O എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈക്കിളാണ്. B ഉദ്ദേശിച്ചത് ബസ് ഐഡിയൽ സൈക്കിളാണ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് കേസസ്. ഈ നോട്ടേഷൻ പോലെ ഫ്ലാഗ് കണ്ടീഷൻസിൻ്റെ നോട്ടേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് നോക്കുക. Z ആണെങ്കിൽ 0 ഫ്ലാഗ്, നോൺ 0 ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്. NC എന്ന് ഉദ്ദേശിച്ചത് ക്യാരി ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 0 ആണ്, അതായത് നോ ക്യാരി ആണ് ഉദ്ദേശിച്ചത്. അതുപോലെ M ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ സൈൻ ഫ്ലാഗ് 1 ആയിരിക്കും. P പാരിറ്റി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ് 1 ആവുന്ന കേസ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നൊട്ടേഷൻസ് അബ്രിവേഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇനി പറയാൻ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, നിങ്ങളിപ്പോൾ ഡിജിറ്റൽ ലാബിലൊക്കെ നമ്മൾ ഒരു കോഡിങ് അങ്ങോട്ടേക്ക് കൊടുക്കണം. അത് പ്രോസസ്സറിന് ഇപ്പോൾ 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യാനാവാം. അത് 8 ബിറ്റ് ആവാം, അതുപോലെ 16 ബിറ്റ് ആവാം. അങ്ങനെ ആഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ മൈക്രോ പ്രോസസ്സറിലേക്ക് കൊടുക്കുന്ന നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമാണ്. അതൊരിക്കലും ആർക്കും അറിഞ്ഞൂടാ. നമ്മുടെ മൈക്രോ പ്രോസസ്സറിന് ആ ലാംഗ്വേജ് വശമില്ല. പക്ഷേ എന്താണ്, അവർ അസംബ്ലർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യും, അതായത് ബൈനറി ബിറ്റ് പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഹെക്സ് വാല്യൂസ് അവിടെ മുമ്പ് ഞാൻ കാണിച്ചെന്നായിരുന്നു ബിറ്റ് പാറ്റേണിൻ്റെ അവിടെ ഓരോ ടാസ്കിന് കണക്റ്റായിട്ടും ഹെക്സ് വാല്യൂസ് 4F 3F എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ആ നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് വാല്യൂ ആണ് നിങ്ങൾ എവിടത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ പ്രോസസ്സറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഡാറ്റ ഷീറ്റ് പോലെയാണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ കറക്റ്റ് എഴുതുക, ആ ഷീറ്റ് വെച്ചിട്ട് ഹെക്സ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ലാബിൽ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സറിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ന്യൂമോണിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മളൊരു ഓപ്പറേഷനാണ് ആക്ച്വലി നമ്മുടെ മൈക്രോ പ്രോസസ്സറിനോട് പറയുന്നത്. അപ്പോൾ ആ ഓപ്പറേഷനെയാണ് ബേസിക്കലി ടെക്നിക്കലി നമ്മൾ പറയുന്നത് ന്യൂമോണിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പം മൂവ് ചെയ്യാന്ന് ഉദ്ദേശിച്ച ഒരു ടാസ്ക്കാണ്, ആഡ് ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്, സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് പ്രോസസ്സർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെയാണ് അതായത് അത് കഴിഞ്ഞിട്ട് അഡ്രസ്സിനെയാണോ ഡാറ്റയാണോ എന്നുള്ളതൊന്നും അവിടെ മെൻഷൻ ചെയ്യില്ല. ന്യൂമോണിക്സ് എന്ന് ഉദ്ദേശിച്ചത് ഏത് ടാസ്ക്കാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ന്യൂമോണിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ 8085 മൈക്രോ പ്രോസസ്സറിനുണ്ട്. ഓൾമോസ്റ്റ് 80 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 80 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആണ് നമ്മുടെ മൈക്രോ പ്രോസസ്സറിൽ. കണ്ടില്ലേ, ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക എന്താണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ഉണ്ടല്ലേ. ലോഡ് LA എന്ന് ഉദ്ദേശിച്ചത് അക്യുമുലേറ്ററിനെ ലോഡ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഏത് ഇൻസ്ട്രക്ഷന് സെയിം ആയിട്ടായിരിക്കും വരുന്നത്, ആ പോപ്പ് ഇൻസ്ട്രക്ഷന് സെയിം ആയിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ നമ്മൾ 80 ഇൻസ്ട്രക്ഷൻസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇൻസ്ട്രക്ഷന് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ഷൻ എന്നാണ് നമ്മൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ, അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്, ഈ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ബേസ്ഡ് അപ്പോൺ ഓപ്പറേഷൻസ് ഓഫ് പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കേസ്. ഇതിനെയാണ് നമ്മളിപ്പം 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ 80 ഔട്ട് ഓഫ് 80 ഏതെല്ലാമാണ് ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓപ്പറേഷന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ ഇത് ഒരുപാട് ഇൻസ്ട്രക്ഷൻ കാണുന്നുണ്ട്. അതിൽ മൂവ്, LXI, LDA, STA ഇതാണ് ഏതിൽ കിടക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനിൽ വരുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ 80 ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളതിൽ മൂവ് ഇമ്മീഡിയറ്റ് ഡാറ്റ, അതേപോലെ ലോഡ് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാറ്റഗറി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഡാറ്റ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് യൂസ്ഡ് ആസ് എ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി ഒരു രജിസ്റ്ററിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്കായിരിക്കാം ഡാറ്റ കോപ്പി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മെമ്മറിയിൽ നിന്ന് ഒരു രജിസ്റ്ററിലേക്കായിരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്ററിൽ നിന്ന് മെമ്മറിയിലേക്കായിരിക്കാം ഡാറ്റ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ആ കോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് മൂവ്, MVI, LXI, LDA, STA എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മൈക്രോ പ്രോസസ്സറിലേക്ക് കൊടുക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ സോഴ്സിൻ്റെ ഡെസ്റ്റിനേഷന് നമ്മൾ പറഞ്ഞു ആ ഒരു ഡാറ്റേൻ്റെ കണ്ടൻറ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ മൂവ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ
നിങ്ങൾ കൊടുക്കുകയാണ് മൂവ് എ കോമ ബി എന്നാണ് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ കൊടുക്കുന്നത്. അത് നമ്മൾ എഴുതുന്നതാണ്, യൂസർ എഴുതുന്നതാണ്. ഒരിക്കലും മൈക്രോ പ്രോസസ്സറിന് ഈ ലാംഗ്വേജ് വശമില്ല. അവരത് അസംബ്ലർ വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ബിറ്റ് പാറ്റേണിലേക്ക് അവർ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നതാണ് മൂവ് എ കോമ ബി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ രജിസ്റ്ററാണ്, ബി എന്ന് പറയുന്ന ഇറ്റ്സ് വൺ ഓഫ് ദ ജനറൽ പർപ്പസ് രജിസ്റ്ററാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ബീൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്, ബി എന്ന് പറയുന്ന ഒരു രജിസ്റ്ററാണ്, അതിൻ്റെ ഉള്ളിൽ ആ ഒരു സപ്പോസ് നിങ്ങൾ ആ ഒരു മനസ്സിലാക്കുക, അവിടെ ഒരു കണ്ടൻറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഏതോ ഒരു ഡാറ്റ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ വാല്യൂ, ബി രജിസ്റ്ററിലുള്ള ആ വാല്യൂ അല്ലെങ്കിൽ ആ ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? അക്യുമുലേറ്റർ എന്ന് പറയുന്ന എ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാനാണ് നമ്മൾ ആ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ കോപ്പിംഗ് ബിയിലുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ബി രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ രജിസ്റ്റർ കണ്ടൻറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരു സോഴ്സ് രജിസ്റ്റർ ഉണ്ട്, അതായത് ബി രജിസ്റ്റർ. ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് എ ആണ്. നമ്മളിപ്പോൾ നേരത്തെ സ്റ്റാൻഡിൻ്റെയും കോളേജിൻ്റെയും കാര്യം, നാനാർ റോഡിൻ്റെയും കാര്യം പറഞ്ഞിട്ട് ബി ആണ് ഇവിടുത്തെ തലശ്ശേരി ബസ് സ്റ്റാൻഡ്. നാനാർ റോഡ് എന്ന് പറയുന്നത് അക്യുമുലേറ്റർ എ ആണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, കണ്ടൻറ്റ് കോപ്പി ചെയ്ത് പോവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു കേസിലെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ് ആ ഡാറ്റ ഒരിക്കലും എന്താണ് അതിനൊരു ഡാമേജ് വരുമോ, അല്ലെങ്കിൽ അത് എന്താണോ അവിടെ നമ്മൾ കോപ്പി ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് എന്താണ് കിട്ടും. അത് ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇതിപ്പം അങ്ങോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും ഡാറ്റാസിന് കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. സോഴ്സിൽ നിന്ന് എന്താണോ വിട്ടിരിക്കുന്നത് അത് എന്തായാലും എവിടെ എത്തിയിരിക്കും? നമ്മുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക്, അതായത് ഇവിടുത്തെ ആണെങ്കിൽ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് എത്തിയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻ്റ്. അതുപോലെ LDA 2500 എന്ന് പറഞ്ഞാൽ അവർ ആ മെമ്മറി ലൊക്കേഷനാണ്. 2500 എന്ന് പറയുന്ന പറഞ്ഞില്ലേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി സെൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് 2500 ആണ്. അപ്പോൾ എന്തായിരിക്കും ആ ഇപ്പോൾ ജനലിൻ്റെ നിങ്ങൾ ആ ബോക്സ് ആയിട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ അവിടെ 2500 എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ്റെ ഉള്ളിൽ എന്തോ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 25500 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതോ കണ്ടൻറ് ഉണ്ട്. ആ കണ്ടൻറ്റ് എങ്ങോട്ടേക്കാണ് ലോഡ് ചെയ്ത് പോകുന്നത്? LDA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്ത് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. 2500 ഉദ്ദേശിച്ചത് അവിടുത്തെ അഡ്രസ്സാണ്, നമ്മൾ ഏതാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് സിംപ്ലി നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഈ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, അതിൽ എന്താണ് നടക്കുന്നത്. അപ്പോൾ അതിൽ സിംപ്ലി നമ്മൾ പറഞ്ഞു മൂവ്, MVA, LXA, LDA, STA ഇതൊക്കെയാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് ഇൻസ്ട്രക്ഷൻ അല്ല ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്. അതുകൊണ്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന പേര് വന്നത്. അപ്പോൾ രജിസ്റ്റർ ഉണ്ട്, മെമ്മറി ഉണ്ട്, അതുപോലെ 8 ബിറ്റിൻ്റെ ഡാറ്റയുണ്ട്, 16 ബിറ്റിൻ്റെ ഡാറ്റയൊക്കെ. ഇതാണ് അതിൻ്റെ ഒരു അബ്രിവേഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ആവാം അവിടെയുള്ളത്. 2 രജിസ്റ്റേഴ്സ് തമ്മിലാവാം, രജിസ്റ്റർ മെമ്മറി ലൊക്കേഷനും ആവാം, അല്ലെങ്കിൽ എന്താണ് ഡാറ്റ ബൈറ്റ് ബിറ്റ്വീൻ ദ രജിസ്റ്റർ ആൻഡ് മെമ്മറി ലൊക്കേഷനാവാം, IO ഡിവൈസസും അക്യുമുലേറ്ററും തമ്മിലാവാം, അല്ലെങ്കിൽ രജിസ്റ്റർ പെയറും സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. രജിസ്റ്റർ പെയേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ടുള്ള BC, DE, HL ആണ് നമ്മുടെ രജിസ്റ്റർ പെയർ. അതും മെമ്മറി സ്റ്റാക്കും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും ആവാം. ഈ എല്ലാ രീതിയിലും നമുക്കെന്താണ് ഡാറ്റാസ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡാറ്റ. അതാണ് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടി ഈ ഇൻസ്ട്രക്ഷൻസിനെ ഒന്നും കൂടി അതിനെ കാറ്റഗറൈസ് നോക്കാം. നേരത്തെ അബ്രിവേഷൻ പറഞ്ഞാൽ R1 R2 എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ്. അവിടെ എന്തും നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പം മൂവ് ഇവിടെ R1, R2 എന്നാണ് കൊടുത്തെങ്കിൽ അത് A രജിസ്റ്റർ ആവാം, B രജിസ്റ്റർ. നമുക്കറിയാം 9 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 7 രജിസ്റ്റേഴ്സ് ഔട്ട് ഓഫ് 9 7 രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൽ നമുക്ക് വീണ്ടും എന്താണ് പെയറിംഗ് ആയിട്ട് 16 ബിറ്റ് രജിസ്റ്റർ ആയിട്ടും ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് അവരിവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. R1 R2 പകരം നമുക്ക് ഏതാണോ കൺവീൻസ്ഡ് ആയിട്ട് വരുന്ന രജിസ്റ്റേഴ്സ് അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ മൂവ് A, B എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്, B എന്നുള്ളത്
മൂവ് എ കോമ ബി ആണെങ്കിൽ കണ്ടന്റ് ഓഫ് ബി വിൽ കോപ്പി ടു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ടു അക്യുമുലേറ്റർ രജിസ്റ്റർ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് R1 R2 എന്ന് പറഞ്ഞാൽ 2 രജിസ്റ്റർ നമ്മൾ കൊടുത്തു. അതായത് R2 എന്ന് പറയുന്ന രജിസ്റ്റർ നിന്ന് R1ലേക്ക് മൂവ് ചെയ്യും. കണ്ടില്ല അവിടെ R2 എന്ന് ഏരോ മാർക്ക് ഇട്ടത് എങ്ങോട്ടാ? R1ലേക്കാണ് ഇട്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി മൂവ് R, M എന്തിൻ്റെ നൊട്ടേഷൻ ആയിരുന്നു? നേരത്തെ അബ്രിവേഷൻ പറഞ്ഞു തന്നിട്ടില്ല. M ഉദ്ദേശിച്ചത് മെമ്മറിയാണ്. അപ്പം മൂവ് R, ഇപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു കേസിൽ മൂവ് A, M കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മൂവ് ദ കണ്ടന്റ് ഓഫ് മെമ്മറി ടു രജിസ്റ്റർ. ഞാൻ എടുത്തിരിക്കുന്ന രജിസ്റ്റർ ഏതാണ്? അക്യുമുലേറ്റർ ആണ്. അതാ പറഞ്ഞാൽ അത് നമ്മുടെ പ്രോഗ്രാമിന് അല്ലെങ്കിൽ നമ്മുടെ ടാസ്കിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ അങ്ങനെയല്ല. ഇനി നമുക്ക് നമ്മുടെ രജിസ്റ്ററിന് മെമ്മറിയിലേക്കായിരിക്കാം മൂവ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, അല്ല ഡാറ്റ കോപ്പി ചെയ്യാന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്താണ് ആ ഒരു കാറ്റഗറി ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ പെട്ട് വരുന്നത്. ഇനി വരുന്നത് MVIR ഡാറ്റ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഡാറ്റ ഇപ്പോൾ എന്താണ് 0 to നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡാറ്റ ആവും. അപ്പോൾ എന്തായിരിക്കും? മൂവ് ഇമ്മീഡിയറ്റ് ഡാറ്റ ഉദ്ദേശിച്ച് സപ്പോസ് ഞാനിവിടെ കൊടുക്കുകയാണ് MVI B,05H. 05 എന്ന് ഉദ്ദേശിച്ചതാണ് എൻ്റെ ഡാറ്റ, അതായത് ഹെക്സ് വാല്യൂ. അതിനെ എനിക്ക് എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യിക്കണം? മൂവ് ഞാനിപ്പോൾ കൊടുത്തത് A,05 ആണ്. ആ 05 എന്ന് പറയുന്ന ഹെക്സ് വാല്യൂവിനെ എനിക്ക് എങ്ങോട്ടേക്ക്, ആ ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റേനെ എനിക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം അല്ലെങ്കിൽ കോപ്പി ചെയ്യിക്കണം? അക്യുമുലേറ്ററിലേക്ക് കോപ്പി ചെയ്യിക്കണം. അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതുപോലെ LXI ഡാറ്റ 16, LXI എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് 16 ബിറ്റ് രജിസ്റ്ററിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. MVI ആണെങ്കിൽ നമ്മൾ ആ ഡാറ്റ മെമ്മറിയിലേക്ക് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യും. അതേപോലെ LDA അഡ്രസ്സ്, ലോഡ് അക്യുമുലേറ്റർ ഡയറക്റ്റ്, അതുപോലെ STA. ഈ LDA എന്തായിരിക്കാം? നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല, അഡ്രസ്സാണ് ഉദ്ദേശിച്ചത്. LDA ലോഡ് അക്യുമുലേറ്റർ എന്ന് ഉദ്ദേശിച്ചത്. അത് മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LDA ഞാനിപ്പോൾ കൊടുക്കുകയാണ് 1002 എന്ന് കൊടുക്കുകയാണ്. LDA 1002. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? 1002 എന്ന് പറയുന്ന ആ മെമ്മറി ഒരുപാട്, നമുക്കറിയാം 67,536 അഡ്രസ് ക്യാപ്പബിലിറ്റി ഉണ്ട്. ആ ഒരു സെല്ലാണ് ഞാനിപ്പോൾ അസൈൻ ചെയ്തിരിക്കുന്ന 1002. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ് എന്താണോ, എൻ്റെ അഡ്രസ്സാണ് 1002, അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ കണ്ടൻറ് ഉള്ളത്. ആ കണ്ടൻറ്റിനെ എടുത്തിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? അക്യുമുലേറ്ററിൽ കൊണ്ടുപോയിട്ട് ലോഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും എക്സാമ്പിളായിട്ടാണ് ഇവിടെ ഓരോന്നും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം, അതുപോലെ എക്സ്ചേഞ്ച്, നമുക്ക് 2 പെയേഴ്സ് തമ്മിൽ, രജിസ്റ്റർ പെയേഴ്സ് ഏതൊക്കെയുണ്ട്? ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് BC ഒരു കോംബോ ആണ്. അതേപോലെ D ഒരു കോംബോ ആണ്. HL വേറൊരു കോംബോ ആണ്. അപ്പോൾ ഏതെങ്കിലും ഡാറ്റാസ് നിങ്ങൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്റ്റർ പെയർ തമ്മിൽ നമുക്ക് എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് XCHG എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസിൽ പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനറൽ കേസാണ് കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ കറസ്പോണ്ടിങ് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ആയാലും മെമ്മറി ആയാലും നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് ആക്ച്വലി നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റും 80854 ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സെറ്റ്സ്. കണ്ടില്ലേ, ന്യൂമോണിക്സ്, മൂവ് R, മൂവ് സ്റ്റോറി, ഇതിനെയാണ് നമ്മൾ ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് വേർഡ്, ഏതെങ്കിലും ഇംഗ്ലീഷ് വേർഡ് ആയിരിക്കും. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഓപ്പറേഷൻ ഓഫ് ദാറ്റ് കറണ്ട് ടാസ്ക്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ടാസ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷനെ ആയിരിക്കും അത് മെൻഷൻ ചെയ്യുന്നത്. അതിനെ നമ്മൾ ന്യൂമോണിക്സ് എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കോഡ് എന്ന് ഉദ്ദേശിച്ചത് ഓപ്പറേഷൻ കോഡ്, അത് ഏതാണെന്നുള്ളത് കണ്ടില്ലേ, ഓരോ ഫോമാറ്റിലേക്ക് മാറ്റും. പിന്നെ എത്ര നമ്പർ ഓഫ് T സ്റ്റേജ്, ഇതൊക്കെ മൈക്രോ പ്രോസറിൻ്റെ ഇതിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. എത്ര നമ്പർ ഓഫ് T സ്റ്റേജ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട് എന്നൊക്കെ മൈക്രോ പ്രോസർ റീഡ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്പാണ് ബേസിക്കലി ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. സപ്പോസ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനിലെ മെയിൻ ഇതാണ് മൂവ് RD, RS. ഞാൻ പറഞ്ഞു RDയും RS എന്ന് പറയുന്നത് ഒന്ന് സോഴ്സ്, RS ഉദ്ദേശിച്ച സോഴ്സ് രജിസ്റ്ററാണ്. RD ഉദ്ദേശിച്ചത് എന്താണ്? ഡെസ്റ്റിനേഷൻ രജിസ്റ്ററാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, മൂവ് RD, നമുക്കറിയാം ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷനാണ് നടക്കുക. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഈ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുക? കണ്ടൻറ് ഓഫ് സോഴ്സ് രജിസ്റ്റർ RS, അത് എന്തും ആവാം ഏതും ആവാം, അവിടെ നിന്നാണ് എങ്ങോട്ടേക്ക് കോപ്പി ആവുന്നത്, കണ്ടൻറ് ഓഫ് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് കോപ്പി ആവുന്നത്. അപ്പോൾ ഇനി ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കണ്ടില്ല, അതിൻ്റെ വേറെ മാർക്കൊക്കെ ഇട്ടിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. മൂവ് B, C കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും, സിയിലുള്ള കണ്ടൻറ്റ് ബിയിലേക്ക് മൂവ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നടക്കുക. സപ്പോസ് BCയിൽ നിങ്ങൾ C2ഉം സിയിൽ നിങ്ങൾ E4 കൊടുത്തെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ പറഞ്ഞു ഇത് എക്സിക്യൂഷന് മുമ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുത്ത ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രപ്റ്റ് നമ്മുടെ മൈക്രോ പ്രോസസറിൽ എത്തുന്നതിന് മുമ്പ്, അതാണ് ബിഫോർ എക്സിക്യൂഷൻ എന്ന് ഉദ്ദേശിച്ചത്. ആഫ്റ്റർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഗ്രാം മൈക്രോ പ്രോസസറിൽ കൊടുത്ത് അത് എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ് ആഫ്റ്റർ എക്സിക്യൂഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം ലോഡ് ചെയ്യുന്നതിന് മുമ്പ് B എന്ന് പറയുന്ന രജിസ്റ്ററിൽ C2 എന്ന് പറയുന്ന കണ്ടൻറ്റും C എന്ന് പറയുന്ന രജിസ്റ്ററിൽ E4 എന്ന് പറയുന്ന കണ്ടൻറ്റുമാണ് ഉള്ളത്. ഇതാണ് നിലവിലെ സിറ്റുവേഷൻ. എന്നിട്ട് എന്താണ്, നിങ്ങളിപ്പം അരുണങ്ങാൻ പോയിട്ട് എന്താണ് മൂവ് B, C എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക, സിയിലിപ്പോൾ E4 ഉള്ളത്, അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം പറയുന്നത്, പ്രസൻ്റ്ലി ബിഫോർ എക്സിക്യൂഷൻ C2 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ആരെ കൊണ്ടുപോകണം, ഈ E4നെ C2ൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താണ്, E4 എന്ന് പറയുന്ന വാല്യൂ C2നെ റീപ്ലേസ് ചെയ്തിട്ട് E4 ആയിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുക, നമ്മുടെ B എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, അതൊരു ജസ്റ്റ് എക്സാമ്പിളാണ്, നമുക്കൊരു എന്തുമാത്രം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, അത് ഇത്രയും പോസിബിലിറ്റി അവിടെ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 49 പ്രോബബിലിറ്റിയാണ്. ഇത്രയും പ്രോബബിലിറ്റി നമുക്ക് അവൈലബിൾ ആണ് അവിടെ. അതായത് BCDEHL ഇത്രയും കോമ്പിനേഷൻ നമുക്ക് കിട്ടും. മൂവ് A, എന്ന് പറയുന്നത് അക്യുമുലേറ്ററിലുള്ളത് നമ്മൾ വീണ്ടും അക്യുമുലേറ്ററിൽ ചില സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യം ഉണ്ടാവും. പിന്നെ വരുന്നത് ഇപ്പം മനസ്സിലാവില്ല, പ്രോഗ്രാമിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തുകൊണ്ടാണ് എന്നുള്ളത്. പിന്നെ മൂവ് A, B എന്ന് പറഞ്ഞാൽ ബിയിലുള്ളത് എയിലേക്ക് മാറും. മൂവ് A, C എന്ന് പറഞ്ഞാൽ സിയിലുള്ള കണ്ടൻറ്റ് എയിലേക്ക് മാറും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഈ ഒരു ടൈപ്പിന് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് മൂവ് RD, M, ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ ഏതാണ്, നമ്മുടെ ഡാറ്റ കോപ്പിയിങ്ങിൻ്റെ എലമെൻറ്റ് 2 രജിസ്റ്റേഴ്സാണ്. ഒരു രജിസ്റ്ററിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കേസ് നോക്കിയാൽ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ M റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെയാണ്, മെമ്മറീനെയാണ്. അപ്പോൾ ഒരു മെമ്മറിയും ഒരു രജിസ്റ്ററും തമ്മിലാണ് രണ്ടാമത്തെ കേസിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് ഓപ്പറേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും, മെമ്മറിയിലുള്ള കണ്ടൻ്റാണ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്, നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ഏതോ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബിഫോർ എക്സിക്യൂഷൻ്റെ സമയത്ത് സപ്പോസ് മൂവ് A, M എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ കൊടുത്തു. അപ്പോൾ എപ്പോഴും മെമ്മറി, അതൊരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എപ്പോഴും രജിസ്റ്റർ പെയറായിട്ട്, അതായത് HL പെയറായിട്ടേ അവർ മെൻഷൻ ചെയ്യുള്ളൂ. നമ്മൾ മുമ്പത്തെ പോപ്പ് പുഷ് എക്സാമ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചതായിട്ട് എനിക്ക് ശ്രദ്ധിക്കാം. അതിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് മൈൻഡിൽ വെക്കുക. മെമ്മറി എന്ന് ഉദ്ദേശിച്ചത് ഇറ്റ് ഷുഡ് ബി എ HL പെയർ, അതൊരു ഹയർ ഓർഡർ വാല്യൂ ഉണ്ടാവും, അതിനൊരു ലോവർ ഓർഡർ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ എക്സിക്യൂഷൻ സമയത്ത് എയിൽ 54, Hൽ C0 എന്ന് പറയുന്ന വാല്യൂ, Lൽ 5, A എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ മെമ്മറി ഉദ്ദേശിച്ച് നമുക്കറിയാം HL ആണ് ഉദ്ദേശിച്ചത്. മെമ്മറിയിൽ നിലവിൽ സപ്പോസ് നിങ്ങൾ അസ്യൂം ചെയ്യാം ഉള്ള വാല്യൂസ് എന്ന് പറയുന്നത് 12, 35 എന്ന് പറയുന്ന ആ വാല്യൂക്ക് കറസ്പോണ്ടിങ് C05A, അതേപോലെ C05B. ഇതാണ് നമ്മുടെ കറക്റ്റ് ടേം. അതായത് അക്യുമുലേറ്ററിലുള്ളത് 54 ആണ്, HL പെയറിലുള്ളത് അതായത് മെമ്മറിയിലുള്ളത് ഹയറിൻ്റെ അവിടെ C0യും Lൽ എന്നാണ് 5ഉം ഉള്ളത്. ആ ഒരു HL പെയറിൽ നമ്മൾ പറഞ്ഞു ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആയിരിക്കും എപ്പോഴും സ്റ്റാക്ക് പോയിൻ്റർ അസൈൻ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി ആ 12ൻ്റെ ഇവിടെ C05A എന്ന് എഴുതാൻ കാരണം നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ C0 5A ലോവർ അഡ്രസ്സുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യും, മൂവ് A, M എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മെമ്മറിയിലുള്ളതാണ് അക്യുമുലേറ്ററിലേക്ക് പോകേണ്ടത്. നിലവിൽ അക്യുമുലേറ്റർ ഉള്ളത് ആരാണ്, 54 ആണ് നിലവിൽ അക്യുമുലേറ്ററിലുള്ളത് അല്ലേ. അപ്പോൾ ഈ അക്യുമുലേറ്ററിലുള്ള 54 ആണ് നിലവിലെങ്കിൽ എക്സിക്യൂഷൻ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷം എന്താ സംഭവിക്കാം, ഇതിൽ C05A എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആണ്. അതായത്
C05A ആണ് അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ. ആ C05Aയിലുള്ള കണ്ടൻറ്റ് എത്രയാണ്? ഇവിടുത്തെ കണ്ടൻറ്റ് എത്രയാണ്? 12 അല്ലേ ഇവിടുത്തെ കണ്ടൻറ്റ്. ആ കണ്ടൻറ്റ് എങ്ങോട്ടേക്ക് പോകണം എന്നാണ് ഇൻസ്ട്രക്ഷൻ പറയുന്നത്? മൂവ് A, M എന്നാണ്. M എന്ന് പറയുന്ന HL പെയറിലുള്ള ഇൻസ്ട്രക്ഷൻ, അതായത് C05Aയിലുള്ള കണ്ടൻറ്റ് നമ്മുടെ രജിസ്റ്ററിൽ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് പോകണം. അതാണ് 12 അവിടെ. നേരത്തെ 12 അല്ലായിരുന്നു, നേരത്തെ 54 ആയിരുന്നു. നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷമാണ് അത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതേപോലെ മൂവ് A, M, മൂവ് B, M, എത്ര ജനറൽ പർപ്പസ്, എത്ര കോമ്പിനേഷൻ ഉണ്ടോ അത്രയും ടേംസ് നമുക്കവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 2 മെഷീൻ സൈക്കിൾ ഓപ്പറേഷനാണ്. അതായത് നമുക്ക് അതിൻ്റെ മൂവ് എന്നുള്ളതാണ്, അതോ ഒപ്കോഡ് ഫെച്ച് എന്ന് ഉദ്ദേശിച്ചാണ്. പിന്നെ എന്ത് ചെയ്യണം? ആ ഡാറ്റ റീഡ് ചെയ്യണം. അതാണ് 3T എന്നൊക്കെ ഉദ്ദേശിച്ച്. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. മെഷീൻ സൈക്കിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ് M, RS, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് LDA, അഡ്രസ് 16, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. LDA എന്ന് ഉദ്ദേശിച്ച് എന്താണ്? നമ്മുടെ പോപ്പ് ഇൻസ്ട്രക്ഷന് സിമിലർ ആയിട്ടായിരിക്കും വരുന്നത്. പോപ്പ് ഉദ്ദേശിച്ച് എന്താണ്? മെമ്മറിയിലുള്ളത് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കണ്ടില്ല, മെമ്മറി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ 16-bit അഡ്രസ്സ് ഉള്ള ഒരു രജിസ്റ്റർ ആയിരിക്കും. അപ്പോൾ അതിലുള്ള ഡാറ്റ മെമ്മറിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ്, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പല പ്രോഗ്രാം ചെയ്യുമ്പോഴും പലതിൻ്റെയും ആവശ്യം വരും. അപ്പോൾ എല്ലാം കൂടി ബൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നതൊക്കെയാണ് കൺസെപ്റ്റ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് ആണ് എടുക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.